Hello students, good morning. Hope you are fine. So today we are going to discuss a question and answers of the lesson A Snake in the Grass written by R.K. Narayan. We just completed the lesson and today we are going to discuss the question and answers. So we have the first question here. Identify the references to time, locale and character in this first part of the story. We story the first part lo time. Locale means സംഭവ സ്ഥലം എന്നൊക്കെ പറയും scene and the character in the first part of the story. First we can go through the time. Time referred in the story is afternoon, sunny afternoon. എന്താണ് ടൈം എപ്പോഴാണ് പറയുന്നത്? ആഫ്റ്റർനൂൺ ആണ് ഈ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ള സമയം. ഓക്കെ, ഉച്ച തിരിഞ്ഞുള്ള സമയം. Then second one, locale അല്ലെങ്കിൽ scene. ഏതാണ്? The locale is the bungalow and its compound. അല്ലേ, ബംഗ്ലോ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പൗണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, മാൽഗുഡി. ടോട്ടലി ആ ഒരു പ്ലേസ് നമുക്ക് മാൽഗുഡിയാണെന്ന് പറയാം. അല്ലേ, ആ സ്റ്റോറി നടക്കുന്നത് മാൽഗുഡി എന്നുള്ള ഒരു സ്ഥലത്താണ്. തേർഡ് വൺ, ക്യാരക്ടേഴ്സ്. ആരൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്ന ക്യാരക്ടേഴ്സ്? ഫസ്റ്റ് വൺ, സൈക്ലിസ്റ്റ്. The characters are the cyclist, mother, her 4 sons and the servant Dasa. അല്ലേ, സൈക്ലിസ്റ്റ് ഉണ്ട്, മദർ, അവരുടെ 4 sons and also the servant Dasa. Okay, this is all about the first question. So we can move to the second question. So here we have the second question. Why did the cyclist ring the bell and shout? എന്തിനാണ് ആ സൈക്ലിസ്റ്റ് നന്നായിട്ട് ബെല്ലടിച്ചിട്ട് ഒച്ച വെച്ചത്? എന്തിനാണ്? Yes, the cyclist rang the bell to make aware the inmates of the bungalow that a snake has got into the compound of the bungalow. എന്താണ് സൈക്ലിസ്റ്റ് ബെല്ലടിച്ചത്? അതായത് അവരുടെ ആ വീട്ടുകാർ, ഇൻമേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വീട്ടിലെ താമസക്കാർ അല്ലേ, ആ ഒരു ബംഗ്ലാവിലെ താമസക്കാരെ അറിയിക്കാനാണ്. എന്ത്? ദാറ്റ് എ സ്നേക്ക് ഹാസ് ഗോട്ട് ഇൻ ടു ദ കോമ്പൗണ്ട് ഓഫ് ദ ബംഗ്ലോ. അവരുടെ ബംഗ്ലാവിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഒരു സ്നേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ടെന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈക്ലിസ്റ്റ് ബെല്ലടിച്ചത്. ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. Okay, here we have the third question. What did the members of the family accuse the gardener of? എന്തിനാണ് ആ ഒരു ഗാർഡനറെ ആ അയൽവാസികളും ഫാമിലി മെമ്പേഴ്സ് അല്ലെ, ആ ഫാമിലിയിലുള്ള ആളുകൾ കുറ്റപ്പെടുത്തിയത്? എന്തിനാണ്? The family members accused the gardener saying that he didn't seem to care for the garden. അയാൾ എന്ത് ചെയ്യാറില്ല, അയാൾ ആ ഗാർഡൻ കെയർ ചെയ്യാറില്ല, നോക്കാറില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ അയാളെ കുറ്റപ്പെടുത്തിയത്. And he is being blamed for the appearance of snake in the garden due to the fact that the garden is overgrown and Dasa has not maintained it. എന്താണ് പിന്നെന്താണ് ആ ഒരു പാമ്പ്? he is being blamed. എന്തിനാണ് അയാളെ കളിയാക്കിയത്, പരിഹസിച്ചത്? for the appearance of snake, ആ ഒരു പാമ്പ് ആ ഒരു ഗാർഡനിൽ വന്നതിൻ്റെ പേരിൽ. due to the fact that the garden is overgrown. എന്താണ്, എന്തുകൊണ്ടാണ് അതവിടെ വന്നതെന്ന് അവർ പറയുന്നത്? ഗാർഡൻ ഒരുപാട് വളർന്നിട്ടുണ്ട്, അത് ദാസ് എന്ത് ചെയ്യുന്നില്ല, ഹി ഹാസ് നോട്ട് മെയിൻറ്റെയിൻഡ് ഇറ്റ്. അല്ലേ, അയാളത് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടാണ് അവരെല്ലാവരും അയാളെ അക്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹിയർ വി ഹാവ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു മീൻ ബൈ സ്നേക്ക് മെനേഴ്സ്? ഹാവ് യു ഹേർഡ് ഓഫ് എനി അതർ സച്ച് മെനേഴ്സസ്? എന്താണ് ഈ സ്നേക്ക് മെനേഴ്സ് എന്ന് പറഞ്ഞാൽ? അല്ലേ, പാമ്പിനെ കൊണ്ട് ശല്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഭീഷണി അല്ലേ. അതുപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഇതിനെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ഹിയർ വി ഹാവ് ദ ആൻസർ. സ്നേക്ക് മെനേഴ്സ് മീൻസ് ദ ഹാം ഓർ ട്രബിൾ കോസ്ഡ് ബൈ സ്നേക്ക്. അല്ലേ, സ്നേക്കിനെ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഉപദ്രവം അല്ലെങ്കിൽ എന്താണ് ഓരോ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹാവ് യു ഹേർഡ് ഓഫ് എനി അതർ സച്ച് മെനേഴ്സസ് ഉള്ളിടത്ത് യെസ് ഓർ നോ കൊടുക്കാം, അതിനുള്ള റീസണും കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് യെസ് ആണ്. ഐ ഹാവ് ഹേർഡ് ഓഫ് സച്ച് മെനേഴ്സസ് ലൈക്ക് സ്ട്രേ ഡോഗ് മെനേഴ്സ്. അല്ലേ, തെരുവിലുള്ള ഡോഗിൻ്റെ പ്രോബ്ലംസ് അല്ലേ, അവരുടെ ശല്യം, ഭീഷണി നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ. സോ ആൻഡ് ഓൾസോ നമുക്ക് കൊടുക്കാൻ എന്താണ്, പ്ലാസ്റ്റിക് മെനേഴ്സ് അല്ലേ, പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഭീഷണി. ഓക്കെ, so we can move to the fifth question. Now here we have the fifth question. Why did the mother give a coin to the beggar? എന്തിനാണ് ആ അമ്മ ഭിക്ഷക്കാരിക്ക് ഒരു കോയിന് കൊടുത്തത്? Because beggar told that the mother was fortunate and got
himself came to visit her as a snake. എന്താണ് ആ ബെഗർ പറയാണ് അമ്മ എന്താണ് നല്ല ഭാഗ്യവതിയാണ്. കാരണം എന്താണ് ദൈവം അവർ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് സ്നേക്കിൻ്റെ രൂപത്തിൽ വന്നതാണെന്ന് ഈ അമ്മയോട് പറയാണ്. ഓക്കെ. മദർ വാസ് താങ്ക്ഫുൾ ടു ദ ബെഗർ ഫോർ റിമൈൻഡിങ് ഹെർ അബൌട്ട് ദ പ്രോമിസ്ഡ് അഭിഷേകം. അപ്പോൾ അമ്മ പറയാണ് എൻ്റെ ഞാൻ പ്രോമിസ് ചെയ്തിട്ടുള്ള അഭിഷേകത്തെക്കുറിച്ച് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങളാണ് ഇപ്പോൾ എന്നെ ഇതൊക്കെ ഓർമ്മിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് അവർ ബെഗറോട് താങ്ക്സ് പറയാണ്. ഷി thought that it was the reason for Cobra to come their compound. അപ്പം അമ്മ ഓർക്കുകയാണ് എന്താണ്, അമ്മ അങ്ങനെ വിചാരിക്കുകയാണ് ആ ഒരു മദർ എന്താണ് കോബ്ര വന്നതിൻ്റെ കാരണം ഇതാണെന്ന്, ഈ ഒരു അഭിഷേകമാണെന്ന് അമ്മ അങ്ങനെ ഓർക്കുകയാണ്. സോ ഷീ ഗേവ് എ കോയിൻ ടു ദ ബെഗർ ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അല്ലേ, അതിനൊരു നന്ദി സൂചകമായിട്ടാണ് അമ്മ ആ ഒരു ബെഗറിന് എന്താണ് ഇത് ഓർമ്മിപ്പിച്ചതിന് ഒരു കോയിന് കൊടുക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു ദ 6th one. Here we have the 6th question. What did the old man declare? അപ്പോൾ പ്രായമുള്ള ആൾ വന്നിട്ട് എന്താണ് പരസ്യമാക്കുന്നത്, പ്രസ്താവിക്കുന്നത് എന്താണ്? യെസ്, the old man appeared at the gate and declared himself to be the snake charmer. എന്താണ് ഓൾഡ് മാൻ വന്നിട്ട് പറയാണ് ഞാൻ തന്നെയാണെന്ത് പാമ്പ് പിടുത്തക്കാരനെന്ന് പറയാണ്. ഓക്കെ, we can move to the 7th question. Okay, here we have the 7th question. Why did the snake charmer say that he was helpless? അവസാനം ആ പാമ്പ് പിടുത്തക്കാരൻ പറയുന്നുണ്ട് എന്താണ്, ഐ എം ഹെൽപ്ലെസ്, അല്ലേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? The snake charmer became helpless when the people of the Menglo pointed the direction in which the cobra had gone and asked him to go ahead alone and catch the snake. അല്ലേ, അവരെന്ത് പറയുന്നുണ്ട്, കുറേ കഴിഞ്ഞിട്ട് പാമ്പ് വന്ന വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും എന്ത് പറ്റുന്നില്ല, ആ ഒരു സ്നേക്കിനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹം പറയുകയാണ്, ഈ സ്നേക്ക് ചാമർ പറയുകയാണ്, ഐ കുഡിൻ എന്താണ് ക്യാച്ച് ദ സ്നേക്ക്, അല്ലേ, എനിക്ക് പാമ്പിനെ പിടിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, നിങ്ങൾ എനിക്ക് ഡയറക്റ്റായിട്ട് കാണിച്ചു തന്നാൽ എനിക്ക് പിടിക്കാമായിരുന്നു, പക്ഷെ ഇപ്പം എന്താണ് പാമ്പ് പോയ വഴി കാണിച്ചിട്ട് കാര്യമില്ലല്ലേ, ഞാൻ ഹെൽപ്ലെസ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ. ഓക്കെ, 8th question. How did Dasa became the hero of the day? എങ്ങനെയാണ് ദാസ ഒരു ദിവസത്തെ ഹീറോ ആയി മാറിയത്? നമുക്കറിയാം, ദാസ made everyone believe that he caught the cobra for which the family and neighbors were searching for the entire day. അല്ലേ, ദാസ എല്ലാവരെയും വിശ്വസിപ്പിക്കുകയാണ് എന്താണ്, അയാൾ ആ ഒരു കോബ്രയെ പാമ്പിനെ പിടിച്ചിട്ടുണ്ടെന്ന് എല്ലാവരെയും ഫാമിലിയെയും നൈബേഴ്സിനെയൊക്കെ എന്താണ് വിശ്വസിപ്പിക്കുകയാണ്. കാരണം അവർ മോർണിംഗ് തൊട്ട് സെർച്ച് ചെയ്യൽ തുടങ്ങി, അല്ലേ, ഈവനിങ് 5 o'clock വരെ അവർ സെർച്ച് ചെയ്തു, ബട്ട് എന്താണ് അവർക്ക് അതിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. He explained everyone about the strategy he took for catching the snake. അപ്പോൾ എല്ലാവർക്കും അതിനെ പിടിക്കാൻ അയാൾ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആൻഡ് സീലിംഗ് ഇറ്റ്, പിന്നെ എങ്ങനെ അത് സീൽ ചെയ്തു എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിത്ത് എ സ്ലാബ് ഓഫ് സ്റ്റോൺ ഇൻ ദ വാട്ടർ പോട്ട്. അതിൻ്റെ മുകളിൽ എന്തുണ്ട്, ഒരു സ്റ്റോണ് കൊണ്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. Thus he became the hero of the day by protecting everyone from the snake menace. അങ്ങനെ എന്താണ് ആ ഒരു ദിവസത്തെ ഹീറോ ആയിട്ട് മാറണം. എങ്ങനെയാണ്? പ്രൊട്ടക്റ്റിംഗ് എവ്രി വൺ ഫ്രം സ്നേക്ക് മെനേസ്, അല്ലേ, എല്ലാവരെയും ആ ഒരു സ്നേക്കിൻ്റെ ഭീഷണിയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ദാസ എന്താണ് ആ ഒരു ദിവസത്തെ ഹീറോ ആയിട്ട് മാറുകയാണ്. So we have the last question. Do you think there were 2 snakes in the premises? Give reason for your answer. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു വീടിൻ്റെ പരിസരത്ത് എന്താണ് 2 സ്നേക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ സജഷൻ അല്ലെങ്കിൽ ആൻസേഴ്സ് റീസൺസ് ഒക്കെ പറയുക. ഓക്കെ, അക്കോർഡിംഗ് ടു മീ നോ, എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ഒരു സ്നേക്കേ ഉള്ളൂ. ഐ തിങ്ക് ദർ വാസ് ഓൺലി 1 snake in the premises because not even a single person saw the snake which he claimed to be sealed in the water pot. അല്ലേ, ആ ഒരു വാട്ടർ പോട്ടിൽ ദാസ ഉണ്ടെന്ന് പറഞ്ഞ ആ സ്നേക്ക് ആരും കണ്ടിട്ടില്ല. I think Dasa was a clever servant who played a trick to save his job by fooling everyone. അല്ലേ, ദാസ അയാളുടെ ജോലി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അയാളുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നല്ല ക്ലവറായിട്ട് ബുദ്ധിപരമായിട്ട് കളിച്ചൊരു കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദാസയോട് പറഞ്ഞിട്ടുണ്ട് ആ വീട്ടുകാരെന്താണ്, ബിഫോർ ഈവനിങ് നിങ്ങൾ ഈ ഒരു സ്നേക്കിനെ പിടിച്ചിട്ടില്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഈ ഒരു ജോലിയിൽ നിന്ന് എന്ത് ചെയ്യും, പിരിച്ചു വിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ. അതുകൊണ്ട് ദാസ് എന്ത് ചെയ്യാണ്, ടു സേവ് ഹിംസെൽഫ്, അല്ലേ, ഫ്രം ഡിസ്മിസ്സിങ്, അല്ലേ, ആ ഡിസ്മിസ് ചെയ്യാന്നുള്ള ആ ഒരു പ്രൊസീജിയറിന് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ചെയ്ത ഒരു ക്ലവർ ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ ഐഡിയാസും നിങ്ങളുടെ റീസൺസും ഒക്കെ നിങ്ങൾക്ക് എഴുതാം ആസ് യു വിഷ്.
Okay. So students, we are moving to activity 1 of this lesson. A snake in the grass. First one, the major events of the story A snake in the grass are given in jumbled order. അപ്പോൾ നമ്മൾ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്നുള്ള സ്റ്റോറിയിലെ ഇവൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഓർഡർ എന്തല്ല, കറക്റ്റ് അല്ല, അത് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ വാട്ട് വി ഹാവ് ടു ഡു ഈസ് വി ഹാവ് ടു find out the correct order. Okay, you can see here. Now sequence the events in the flow chart given below. എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ഓർഡറിലാക്കിയിട്ട് ആ ഒരു ഓർഡറിലെ ക്രമത്തിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഓരോ സംഭവങ്ങളും ആദ്യം സംഭവിച്ചത് ഫസ്റ്റ് എഴുതിയിട്ടുണ്ട്. എ ബിഗ് കോബ്ര എൻറ്റേർഡ് ദ കോമ്പൗണ്ട് അല്ലേ, അതാണ് ഫസ്റ്റ്. ഈ ഒരു സംഭവത്തിൽ ഈ ഒരു ഇവിടെ നമ്മൾ കണ്ടു അല്ലേ, 10 സംഭവങ്ങളുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, ബിഗ് കോബ്ര എൻറ്റേർഡ് ദ കോമ്പൗണ്ട്. ലാസ്റ്റ് വണ്ണും കൊടുത്തിട്ടുണ്ട്. വെൻ ദേ റിക്കവേർഡ് ഫ്രം ദ ഷോക്ക് ദേ ആസ്ക്ഡ് ഡസ് ഇറ്റ് മീൻ ദർ ആർ 2 snakes ഹിയർ അല്ലേ. അവർ ആ ലാസ്റ്റ് ആ ഷോക്കിൽ നിന്ന്, രണ്ടാമത് പാമ്പിനെ കണ്ട ഷോക്കിൽ നിന്ന് മാറിയപ്പോൾ തിരിച്ചു വന്നപ്പോൾ അവർ ചോദിക്കുകയാണ് ഇവിടെ 2 പാമ്പുണ്ടോയെന്നാണോ അതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഓർഡേഴ്സ് ഫൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യുക. സോ ഫ്ലോ ചാർട്ട് നിങ്ങൾ നോട്ട്ബുക്കിലാണ് കേട്ടോ ചെയ്യേണ്ടത്. സോ ഹിയർ വി ഹാവ് ദ കറക്റ്റ് ഓർഡർ. സോ സ്റ്റുഡൻസ്, we have the correct order here. First one, as we said, a big cobra entered the compound. Second one, the family was greatly agitated to hear the news. എന്താണ് ആ ഫാമിലി ആ ഒരു ന്യൂസ് കേട്ടപ്പം പെട്ടെന്ന് തന്നെ അസ്വസ്ഥരായി. എന്താണ് ഫസ്റ്റ് എന്ത് ന്യൂസാണ് കേട്ടത്? ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, ബിഗ് കോബ്ര അവരെ കോമ്പൗണ്ടിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ അവർ ആകെ അസ്വസ്ഥരായി. തേർഡ് വൺ, ദാസാസ് negligence of the garden and the lawns was responsible for all the dreadful things coming in. ദാസയുടെ ശ്രദ്ധക്കുറവ് അല്ലേ, നെഗ്ലിജൻസ് ഓഫ് ദ ഗാർഡൻ, ആ ഒരു ഗാർഡനെ ദാസ മതിയാവണ്ണം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്താണ് ദ ലോൺസ് വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡ്രെഡ്ഫുൾ തിങ്സ് കമ്മിങ്. അതാണ് ഈ ഒരു ഗാർഡനിലേക്ക് ഇതുപോലെയുള്ള ജീവികളൊക്കെ വരാൻ കാരണമെന്ന് ആളുകൾ പറയുകയാണ്. ദെൻ ഫോർത്ത് വൺ, നൈബേഴ്സ് അസംബിൾഡ് ആൻഡ് സ്റ്റാർട്ടഡ് സെർച്ചിങ് ഫോർ ദ സ്നേക്ക്. എന്നാണ് നൈബേഴ്സൊക്കെ വന്നു അല്ലേ, പിന്നീട് നൈബേഴ്സ് വന്നിട്ട് ഈ ഒരു സ്നേക്കിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. ഫിഫ്ത്ത് വൺ, ആൻ ഓൾഡ് ബെഗർ പ്രോമിസ്ഡ് ടു സെൻഡ് എ സ്നേക്ക് ചാമർ. പിന്നീട് വന്നിട്ടുള്ള ആരാണ്, ഒരു ബെഗർ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഒരു സ്നേക്ക് ചാമർ വിടാന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ വീട്ടിലെ മദർ അവർക്കൊരു കോയിനൊക്കെ കൊടുക്കുന്നുണ്ട്, ഓർമ്മയില്ലേ. അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യാണ്, ഒരു സ്നേക്ക് ചാമർ അല്ലെങ്കിൽ പാമ്പ് പിടുത്തക്കാരനെ വിടാമെന്ന് പ്രോമിസ് ചെയ്യുന്നുണ്ട്. സിക്സ്ത് വൺ, the snake charmer gave his name and departed. അങ്ങനെ പാമ്പ് പിടുത്തക്കാരൻ വന്നിട്ട് എന്ത് ചെയ്യും, അയാളുടെ പേരൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോകും. Then seventh one, Dasa appeared before them carrying a water pot and declared that he had caught the snake. അല്ലേ, ദാസ അവരെ മുന്നിലേക്ക് വരികയാണ്. എന്താണ്, പാമ്പിനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോട്ടൊക്കെ കൊണ്ടുവരികയാണ്, കവർ ചെയ്തിട്ടുള്ള പോട്ട് കൊണ്ടുവന്നിട്ട് അവരെ മുന്നിലേക്ക്, ആളുകളുടെ ഒക്കെ മുന്നിലേക്ക് വരികയാണ്. ആഫ്റ്റർ 5 o'clock അല്ലേ. ദെൻ 8th വൺ എന്താണ്, ദ വാച്ച്ഡ് ഹിം ഇൻ അഡ്മിറേഷൻ ആൻഡ് ഡിസൈഡഡ് ടു റിവാർഡ് ഹിം. എല്ലാവരും എന്താണ് ദാസയെ ഭയങ്കര അവർ ആദരവോടെയൊക്കെ നോക്കുകയാണ്. എന്നിട്ട് അയാൾക്ക് റിവാർഡൊക്കെ കൊടുക്കാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ, അവർ ഡിസൈഡ് ചെയ്യുന്നുണ്ട്, തീരുമാനിക്കുന്നുണ്ട്. 9th വൺ, the youngest son saw the snake coming out of the hole and cried aloud. ദാസ പോയ ശേഷം വീട്ടിലുള്ള ചെറിയ കുട്ടി എന്ത് കാണുന്നുണ്ട്, ഈ ഒരു സ്നേക്കിനെ കണ്ടിട്ട് ഉറക്കെ കരയുന്നുണ്ട് അല്ലേ. സ്നേക്ക് ആ ഹോളിൽ നിന്ന് വരുന്നത് കണ്ടിട്ട് കരയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, ലാസ്റ്റ് വൺ, വെൻ ദ റിക്കവേർഡ് ഫ്രം ദ ഷോക്ക് ദേ ആസ്ക്ഡ് ഡസ് ഇറ്റ് മീൻ ദർ ആർ 2 snakes ഹിയർ അല്ലേ. അപ്പോൾ എല്ലാ ഷോക്കൊക്കെ മാറിയ ശേഷം അവർ ചോദിക്കുന്നുണ്ട് എന്താണ്, അപ്പോൾ അതിനർത്ഥം ഈ വീട്ടിൽ 2 snakes ഉണ്ടായിരുന്നു എന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു write this sentences into the flow chart in correct order. Okay, correct orderൽ എന്ത് ചെയ്യുക, ഇപ്പം നമ്മൾ നമ്പർ ചെയ്തിട്ടുള്ള ഈ ഒരു ഓർഡറിൽ നിങ്ങൾ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാം into your notebook. Okay, so we can move to the next activity. So next we can move to activity 2. Imagine that the mother in the story, a snake in the grass, happens to see the snake again.
അപ്പോൾ ആ വീട്ടിലുള്ള അമ്മ രണ്ടാമതും എന്ത് ചെയ്യാണ്, ആ ഒരു സ്നേക്കിനെ കാണുകയാണ്. ഷി റിങ്സ് അപ്പ് ദ സ്നേക്ക് ചാമർ. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, ഈ പാമ്പ് പിടുത്തക്കാരനെ ഫോൺ ചെയ്യുകയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹീ ഈസ് നോട്ട് ദർ. അപ്പോൾ വിളിച്ച സമയത്ത് അദ്ദേഹത്തെ കിട്ടിയില്ല. ഷീ ഗെറ്റ്സ് ഹിസ് വൈഫ് ഓൺ ദ ഫോൺ. അവർക്ക് എന്താണ്, ഈ ഒരു മദറിന് അയാളെ വൈഫിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. റീഡ് ദ ടെലഫോണിക് കോൺവെർസേഷൻ. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഈ മദറും ആ ഒരു സ്നേക്ക് ചാമറും വൈഫും കൂടി സംസാരിക്കുകയാണ്. സോ വി ക്യാൻ go through their conversation. First, mother: hello, could I speak to Mr. Shankar, the snake charmer? അപ്പം എന്താണ്, അവരെ വിളിച്ചിട്ട് പറയാണ്, ഹലോ, ഞാൻ പാമ്പ് പിടുത്തക്കാരൻ ശങ്കറിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ വൈഫ് പറയും, സോറി, ഹി ഈസ് നോട്ട് ഹിയർ. അദ്ദേഹം ഇവിടെ ഇല്ല. ഐ ആം ഹിസ് വൈഫ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വൈഫാണ്. മേ ഐ നോ ഹു ഈസ് സ്പീക്കിംഗ്. ഞാൻ അറിയട്ടെ, ആരാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ അറിയട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മദർ പറയുന്നുണ്ട്, ഐ ആം സുധ ഫ്രം മാൽഗുഡി നോർത്ത്. അപ്പോൾ എൻ്റെ പേര് സുധയാണ്, ഞാൻ മാൽഗുഡി നോർത്ത് നിന്നാണ് വിളിക്കുന്നതെന്ന് മദർ പറയുന്നു. വെൻ വിൽ ഹി ബി ബാക്ക്? അദ്ദേഹം എപ്പോഴാണ് തിരിച്ചു വരിക? ദെൻ വൈഫ്: ആഫ്റ്റർ ആൻ അവർ. വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്? അദ്ദേഹം 1 മണിക്കൂർ കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ. നിങ്ങൾക്കൊരു മെസ്സേജ് തരാൻ ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും മെസ്സേജ് വന്നിട്ട് ഞാൻ കൊടുക്കാമെന്ന് പറയണം. മദർ: യെസ് പ്ലീസ്, വി ആർ ഇൻ എ ഫിയർഫുൾ സിറ്റുവേഷൻ. എന്താണ്? യെസ് പ്ലീസ്, ഞങ്ങൾക്ക് തരാം. എന്താണ്? ഞങ്ങളൊരു ഭയങ്കര ഫിയർഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്, ഭയങ്കര ഭയാനകരമായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്. എന്താണ്? എ സ്നേക്ക് ഹാസ് എൻറ്റേർഡ് അവർ പ്രിമൈസസ്. ഞങ്ങളുടെ വീട്ടിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്നേക്ക് വന്നിട്ടുണ്ട്, ഒരു പാമ്പ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ പരിസരത്തേക്ക്. ആൻഡ് വി ആർ അർജൻ്റ്ലി ഇൻ നീഡ് ഓഫ് സം ഹെൽപ്പ്. അപ്പോൾ ഞങ്ങൾക്ക് എന്താണ്, അർജൻറ്റായിട്ട് ഒരു ഹെൽപ്പ് വേണം, സഹായം വേണം. പ്ലീസ് ആസ്ക് ഹിം ടു കാൾ മീ ബാക്ക്. അദ്ദേഹത്തോട് വന്നു കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചു വിളിക്കാൻ പറയണം. ഇറ്റ്സ് വെരി അർജൻറ്റ്, ഹി നോസ് മൈ നമ്പർ. നല്ല അർജൻറ്റായിട്ടുള്ളൊരു കാര്യമാണ്, അത്യാവശ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തോട് പറയണം, ഹി നോസ് മൈ നമ്പർ. അദ്ദേഹത്തിന് എൻ്റെ നമ്പർ അറിയാം. വൈഫ്: അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് പറയാണ്, ഷുവർ, ഐ വിൽ ട്രൈ ടു കോണ്ടാക്ട് ഹിം. ഞാനിപ്പോൾ തന്നെ അദ്ദേഹത്തെ വിളിക്കാം. ഇഫ് നോട്ട്, ഐ വിൽ ടെൽ ഹിം ആസ് സൂൺ ആസ് ഹീ ഈസ് ബാക്ക്. കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അദ്ദേഹം വന്ന ഉടനെ വിവരം അറിയിക്കാം. മദർ: താങ്ക് യു. അങ്ങനെ അമ്മ നന്ദി പറഞ്ഞിട്ട് ആ ഒരു കോൺവെർസേഷൻ അവിടെ എൻഡ് ചെയ്യാണ്. സോ ദ വൈഫ് കുഡ് നോട്ട് കോണ്ടാക്ട് ശങ്കർ. അപ്പോൾ വൈഫിനെ ശങ്കറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ദ സ്നേക്ക് ചാമർ: ദ മൊമെൻറ്റ് ഹി റീച്ചേഴ്സ് ദ ഹൗസ് ഹിസ് വൈഫ് കൺവേസ് ദ മെസ്സേജ്. അപ്പോൾ അദ്ദേഹം വീട്ടിലെത്തിയത് ഉടനെ തന്നെ എന്ത് ചെയ്യും, ആ മെസ്സേജ് എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ വൈഫ് പാസ് ചെയ്യും. ഹി റിങ്സ് ദ മദർ ഇമ്മീഡിയറ്റ്ലി. അങ്ങനെ എന്ത് ചെയ്യും, അയാൾ ആ ഒരു മദറിനെ തിരിച്ചടിക്കും. പ്രിപ്പയർ ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ആരൊക്കെയാണ്? സ്നേക്ക് ചാമറും മദറും. സോ ഹിയർ വി ഹാവ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സ്നേക്ക് ചാമർ ആൻഡ് മദർ. സ്നേക്ക് ചാമർ: ഹലോ മാഡം, ദിസ് ഈസ് ശങ്കർ സ്പീക്കിംഗ്. മൈ വൈഫ് ടോൾഡ് മീ ദാറ്റ് യു ഹാഡ് കോൾഡ്. എന്താണ്? എൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ ശങ്കരാണ് സംസാരിക്കുന്നത്, എൻ്റെ വൈഫ് പറഞ്ഞു നിങ്ങൾ വിളിച്ചിരുന്നു എന്ന് എന്ന് പറയാണ്. Mother: yes Shankar, the reason why I called you is I urgently need your help. എന്താണ്? ഞാൻ വിളിച്ച കാരണം എനിക്ക് നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ്. സ്നേക്ക് ചാമർ: വാട്ട് ഈസ് ഇറ്റ് ദ മാറ്റർ? ഡിഡ് യു സീ ദ സ്നേക്ക് അഗെയിൻ? എന്താ പ്രശ്നം? നിങ്ങൾ വീണ്ടും പാമ്പിനെ കണ്ടോ എന്ന് ഈ സ്നേക്ക് ചാമർ ചോദിക്കുകയാണ്. മദർ: യെസ്, ഐ സോ ദ സ്നേക്ക്. ഇറ്റ് ഈസ് ദർ ഇൻ അവർ ചിക്കൻ കൂപ്പ്. എന്താണ്? ഞാൻ വീണ്ടും കണ്ടു, അത് ഞങ്ങളെ കോഴിക്കൂടിനകത്തുണ്ട് എന്ന് പറയുകയാണ്. Then snake charmer: don't worry, I will definitely catch it this time. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ എന്ത് ചെയ്യാം, ഇത്തവണ വന്നിട്ട് അതിനെ പിടിക്കുമെന്ന് ഈ ഒരു സ്നേക്ക് ചാമർ പറയുകയാണ്. മദർ: താങ്ക് യു, പ്ലീസ് കം സൂൺ. എന്ത് ചെയ്യാൻ? നന്ദി പറയാണ്. എന്നിട്ട് വേഗം വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ദാസിയോട് പറയാണ്. സ്നേക്ക് ചാമർ ദാസിയോടല്ല കേട്ടോ, നമ്മുടെ സ്നേക്ക് ചാമറോട് പറയാണ്. ദെൻ സ്നേക്ക് ചാമർ: ഓക്കെ, ഐ വിൽ ബി ദർ ഇൻ നോ ടൈം. ഞാൻ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ അവിടെ എത്താമെന്ന് പ്രോമിസ് ചെയ്യാണ്. ഓക്കെ.